ഇതുപോലുള്ള വലിയ പാർക്കിംഗ് ഏരിയാസ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലൊക്കെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് ആ പാർക്ക് ചെയ്ത കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ തിരിച്ചു വരുമ്പോൾ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്താൽ മതി. ഇത് കുറച്ച് പേർക്കൊക്കെ അറിയുണ്ടാവും, എന്നാലും അധികം പേർക്ക് അറിയാൻ ചാൻസ് ഇല്ല. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ലൊക്കേഷനിലേക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സൂം ചെയ്യുക. ഇനി നമ്മുടെ ലൊക്കേഷൻ പോയിന്റ് ചെയ്യുന്ന ഈ ഒരു ബ്ലൂ സർക്കിളിന്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ അടിയിൽ വരുന്ന പോപ്പപ്പിൽ സേവ് പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം. അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് ലൊക്കേഷൻ ഇതേപോലെ മാപ്പിൽ സേവ് ആവും. ഇനി അതിന്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് അടിയിൽ കാണുന്ന പാർക്കിംഗ് ലൊക്കേഷൻ ഇങ്ങനെ മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൊക്കേഷൻ ഷെയർ ചെയ്യാനും ഇത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ യു പാർക്ക്ഡ് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ലൊക്കേഷൻ ഇതേപോലെ മാനുവലി ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ മാളിലൊക്കെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പില്ലർ നമ്പർ നമുക്കിവിടെ പാർക്കിംഗ് നോട്ട്സിൽ സേവ് ചെയ്യാം. അതിന്റെ തൊട്ട് താഴത്ത് പാർക്ക് ചെയ്യുന്ന ഏരിയയിൽ ടൈം ലിമിറ്റ് ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈനിങ് ടൈം നമുക്ക് മാപ്പിലും നോട്ടിഫിക്കേഷനിലും കാണിക്കും. അതുപോലെ തന്നെ എക്സ്പയർ ആയാലും ഇതേപോലെ കാണിച്ചു തരും. ഇനി നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഗൂഗിൾ അസിസ്റ്റന്റിനോട് വേർ ഈസ് മൈ കാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ മാപ്പിലുള്ള ആ ലൊക്കേഷനും കാണിച്ചു തരും. നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാർ പാർക്ക് ചെയ്ത ലൊക്കേഷനിലേക്കുള്ള ഡയറക്ഷൻ വരെ നമുക്ക് ഇതേപോലെ മാപ്പിൽ കാണാൻ പറ്റും.